ഹലോ, എല്ലാവർക്കും പുതിയൊരു ജോബ് ന്യൂസ് വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് ന്യൂസുമായിട്ടാണ്. ഇന്ത്യൻ ആർമിയുടെ കീഴിലുള്ള ഒരു ജോബ് ന്യൂസാണിത്. അപ്പോൾ എന്താണ് കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. കാരണം ഒരു ജോലി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതില്ലാത്തവർക്ക് അതറിയാൻ കൂടി സഹായകമാകും. സോ നിങ്ങളിതറിയാത്തവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ജോബ് ന്യൂസ് വീഡിയോയിലോട്ട് പോവുകയാണ്. എന്താണ് കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് നോക്കാം. ഓർഗനൈസേഷൻ വരുന്നത് ഇന്ത്യൻ ആർമിയാണ്. പോസ്റ്റ് നെയിം NCC സ്പെഷ്യൽ എൻട്രി 57th കോഴ്സാണ് വരുന്നത്. ഓക്കെ, ജോബ് ടൈപ്പ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് ആണ്. ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 76 വേക്കൻസീസ് വരുന്നുണ്ട്. ഈ 76 വേക്കൻസീസ് എന്ന് പറയുന്നത് അത്ര മോശമായിട്ട് എടുക്കണ്ട. ഓക്കെ, 76 വേക്കൻസീസ് ഉണ്ട്. ജോബ് ലൊക്കേഷൻ വരുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് വിചാരിക്കരുത്, ഇന്ത്യയിൽ മൊത്തമാണ്. അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ആർമിയാണ്, സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ് വരുന്നത് എന്നൊക്കെ അറിയാലോ. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, എന്നാലും ഒരു ആർമിയിൽ ജോലി കിട്ടാനൊക്കെ വളരെയധികം ആഗ്രഹിച്ച് നിൽക്കുന്ന, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ വേണ്ടിയിട്ടുള്ള അത്രയും ആത്മാർത്ഥതയൊക്കെയുള്ള ആൾക്കാർ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എങ്കിൽ കൂടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഫിസിക്കലി അതിന് വേണ്ടിയിട്ട് ആപ്റ്റബിളൊക്കെ ആയിട്ടുള്ളവർക്ക് മാത്രമേ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ കിട്ടുള്ളൂ ജോലി. സോ അത്രയും ആപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു ന്യൂസ് അവർ അറിയാതെ പോകരുത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ന്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാലറി വരുന്നത് 56,000 സംതിങ് മുതൽ 2,50,000 വരെ സാലറി കിട്ടാവുന്ന അത്രയും അത്രയും നല്ല പോസ്റ്റിലോട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. നമുക്ക് അപ്ലൈ ചെയ്യാൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് August 9 വരെ നിങ്ങൾക്കിതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വാക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. NCC മെന്നിൻ്റെ കീഴിൽ 70 എന്ത് വരുന്നുണ്ട്, വേക്കൻസീസ് വരുന്നുണ്ട്. അതിൽ 63 ജനറൽ കാറ്റഗറിയും 7 ബാറ്റിൽ വാർഡ്സ് ഓഫ് ബാറ്റിൽ കാഷ്വാലിറ്റീസ് ഓഫ് ഇന്ത്യൻ ആർമി പേഴ്സണൽ ഓൺലി. പിന്നെ NCC വുമണിന് 6. അപ്പോൾ 76 70 മെന്നിനും 6 വിമെന്നുമാണ് വരുന്നത്. 5 ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് ഒന്ന് മാത്രമാണ് പേഴ്സണൽ ആർമിയിലോട്ട് അതിലേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ സാലറി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓരോ ലെവലിലാണ് സാലറി വരുന്നത്. ഇപ്പോൾ ലെഫ്റ്റനൻ്റ് ആണെങ്കിൽ അങ്ങനെ, ക്യാപ്റ്റൻ ലെവൽ വരുമ്പോൾ അങ്ങനെ, മേജർ ലെവൽ അങ്ങനെ, ലെഫ്റ്റനൻ്റ് കേണൽ ആകുമ്പോൾ അങ്ങനെ, കേണൽ ലെവൽ അങ്ങനെ. സോ ഇത് ഓരോന്നും ഒരു ഹൈ പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി മിനിമം ഏജ് ലിമിറ്റ് 19 മാക്സിമം 25 ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻ ഓരോന്നിനും വരുന്നത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫോർ NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് വരുന്നത് ഡിഗ്രി ഓഫ് റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വാലൻറ്റ് വിത്ത് aggregate of minimum 50% mark taking into account marks of all the years. Those studying in final year are also allowed to apply provided they have secured minimum 50% aggregate marks in the first 2-3 years of 3-4 years degree course respectively. Such students will need to secure overall aggregate of minimum 50% mark in degree course if selected in the interview, failing which their candidates will be cancelled. If selected in interview, failing which their candidates will be cancelled. For wards of battle, ഇപ്പോൾ നമ്മൾ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഡിഗ്രിയും മാക്സിമം 50 മാർക്കും. ഇപ്പോൾ തേർഡ് ഇയറിലുള്ളവർക്കും അപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ഫസ്റ്റ് 2 ഇയറിലെയും മാക്സിമം നമുക്ക് ഒരു ഇത് വേണം, 50% നമുക്ക് കിട്ടുക എന്നുള്ളത്. പിന്നെ ഫോർ വാർഡ്സ്, പിന്നെ മറ്റു കാറ്റഗറി സ്പെഷ്യൽ കാറ്റഗറി സ്പെഷ്യലല്ല
മറ്റൊരു കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മൾ 70-ൽ 63 ജനറൽ കാറ്റഗറിയും മറ്റൊരു ബാക്കി വരുന്നൊരു കാറ്റഗറി വരുന്നുണ്ടല്ലോ, പേഴ്സണൽ ആർമി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് വേക്കൻസീസ് ഉണ്ട്. അൺമാരീഡ് സൺസ് ആൻഡ് അൺമാരീഡ് ഡോക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ലീഗലി ഡോക്ടർ ഓഫ് ആർമി ബാറ്റിൽ കാഷ്വാലിറ്റീസ് കിൽഡ് ഡയഡ് ഓഫ് വണ്ടർ ഇഞ്ചുറീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉള്ളവർക്കാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവർക്കും ഡിഗ്രി വേണം. നോട്ട് റിക്വയർഡ് ഓഫ് വാർഡ്സ് ഓഫ് ബാറ്റിൽ കാഷ്വാലിറ്റീസ്. ഇവിടെ അപ്ലിക്കേഷൻ ഫീസ് ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് അറിയാമല്ലോ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിലൊക്കെ പാസ്സായാൽ മാത്രമാണ് എന്തുണ്ടാവുക, നമുക്ക് ഈ ഒരു ജോബിലോട്ട് കയറാൻ പറ്റുന്നത്. സോ നമ്മൾ പറയുമ്പോൾ ഇനി മേലിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിങ്ങളെല്ലാം ക്വാളിഫൈ ആണെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ ഫീ ഒന്നും വേണ്ട. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ന്യൂസ് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.